അതിലടുത്തൊരു ചർച്ച നമ്മൾ വിഷയം ഉണ്ടായിരുന്നത് കാഫിര്യങ്ങളെ ദുആക്ക് ഉത്തരമുണ്ടാകുമോ എന്നുള്ളതായിരുന്നു. അപ്പോൾ പറഞ്ഞു വമാ ദുആ ഉൽ കാഫിരീൻ ഇല്ലാ ഫീ ളലാൽ എന്നതിൻ്റെ ഒരു വിശദീകരണം വെച്ചിട്ട് പറഞ്ഞു അവരുടെ ദുആകൾ പാഴാണെന്ന് പറഞ്ഞു. പിന്നെ വജവ്വസഹു ബഅ്ളുഹും ചില ആളുകൾ അതിനെ തജ്വീസ് നടത്തി. യഖൗലിഹി തആല ഹികായതൻ അൻ ഇബ്ലീസ റബ്ബി ഫഅൻളിർനീ റബ്ബേ എന്നെ നീ കാത്തു സംരക്ഷിക്ക് ഇലാ യൗമി യുബ്അസൂൻ അവരെ പുനരുജ്ജീവിപ്പിക്കപ്പെടുന്ന ആ ദിനം വരെ എൻ്റെ കാര്യങ്ങളെല്ലാം നീ ഏറ്റെടുത്തു നടത്തണേ എന്നു പറഞ്ഞപ്പോൾ ഫഖാല തആല അല്ലാഹ് പറഞ്ഞു ഇന്നക മിനൽ മുൻളരീൻ നീ നോക്കുന്നവനിൽ പെട്ടവനാണ്. അതാ നിന്നെ സംരക്ഷിക്കും. നമ്മളൊക്കെ ഇപ്പോൾ വിചാരിച്ചിട്ട് ഇബ്ലീസിനെ ഇവിടെ നിന്ന് ഇല്ലാതാക്കാൻ കഴിയില്ല. അപ്പോൾ അത് വെച്ചിട്ട് പറഞ്ഞു ഹദിഹി ജാബ ഇത് ജാബത്താണ്. വലൈഹി ദബാബുൽ ഖാസിം അൽ ഹക്കീം വാബുൻ നസ്ർ ദബൂസി ഒക്കെ അവർ പറഞ്ഞു മൂപ്പരുടെ ചോദ്യത്തിനുള്ള ഉത്തരമാണെന്ന് പറഞ്ഞു. കാല സ്വദുർ ഷഹീദ് വബിഹി യുഫ്ത ഇതുകൊണ്ട് ഫത്വ കൊടുക്കപ്പെടാമെന്നുണ്ട്. കാരണം ഒന്നുകിൽ അള്ളാഹു തആല ആദ്യമേ ഉള്ള തീരുമാനം അങ്ങനെ ഉണ്ടാവുമല്ലോ. നമ്മളിപ്പോൾ ഒരാൾ ചോദിക്കണ അതൊക്കെ എനിക്ക് അവിടെ എടുത്ത് തന്നെ വെച്ചിക്കണ് അതിനിപ്പോൾ എന്തിൻ്റെ ആവശ്യമില്ല ഇപ്പോൾ ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന മാതിരി അള്ളാഹുവിൻ്റെ ആദ്യത്തെ തീരുമാനമാക്കാം. എന്തായാലും ഇതിനെ വെച്ചുകൊണ്ട് ചില മഹത്തുക്കൾ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് അവരുടെ ദുആക്ക് എന്ത് കിട്ടും അള്ളാഹ് വിചാരിച്ചാൽ എന്ത് ചെയ്യും അള്ളാഹു തആല എന്ത് ചെയ്യുക ഉത്തരം കൊടുക്കുക എന്നുള്ളതാണ്. നമുക്ക് പറയേണ്ടത് ഇപ്പോൾ നമ്മളെ ബന്ധത്തിലും സഹവാസത്തിലൊക്കെ ഉണ്ടാകുന്ന ആളുകളൊക്കെ അവർ നമ്മളെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾ മുസ്ലിങ്ങളോടൊക്കെ ആണെങ്കിൽ ദുആ ചെയ്യുന്നൊക്കെ നമ്മൾ പറയും. മറ്റവരോട് നമ്മൾ പ്രാർത്ഥിക്കുമെന്ന് പറയുന്ന സമയത്ത് അത് എന്താണ് അവരുടെ ശിർക്കായ പ്രാർത്ഥന നമ്മൾ അവരോട് ആവശ്യപ്പെടുകയാണോ എന്ന വിഷയങ്ങളൊക്കെ അവിടെ ഉണ്ടാകും. അപ്പോൾ ഇനി വല്ല നിലക്കുമാണെങ്കിൽ ഞങ്ങളെ അള്ളാഹുവിനോട് നിങ്ങൾ ചോദിക്കൂ എന്നൊരു മാന അവിടെ സങ്കല്പിച്ചിട്ട് നിങ്ങൾ ചോദിച്ചാലോ ഇബ്ലീസിനെ ഒരു അള്ളാഹു തആല ജവാബ് കൊടുത്തിട്ടുണ്ട്. അക്കൂട്ടത്തിൽ നിങ്ങൾക്കും ജവാബ് കിട്ടുകയാണെങ്കിൽ എൻ്റെ കാര്യത്തിന് നിങ്ങളൊരു സപ്പോർട്ടായി എന്നൊക്കെ നിയ്യത്ത് നന്നാക്കിയിട്ട് നിയ്യത്തിൽ നിന്ന് അബദ്ധം വരാത്ത രീതിയിൽ എന്താവാം നമുക്ക് പെരുമാറാം. അങ്ങനെ മഹാന്മാർ പലതും പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. കാഫിറിനോട് ഒരു ബിദ്അത്തുകാരനോട് അകന്നു നിൽക്കാൻ നിർവാഹമില്ല. അവനൊതുങ്ങിക്കൂടി കഴിയേണ്ട നിർബന്ധ സാഹചര്യമാണ്. അതല്ലാതിരുന്നാൽ ജീവനോ സമ്പത്തിനോ മറ്റു നിലനിൽപ്പിനോ ഭീഷണിയാവിധം കാര്യങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ നിർബന്ധഘട്ടത്തിൽ ഒരു ബിദ്അത്തുകാരനോട് സലാം പറയണമെന്നുണ്ടെങ്കിൽ അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ ആ അസ്സലാം എന്നുള്ളതിനെ എന്തായി കണക്കാക്കാം? സലാമുള്ള അള്ളാഹുവിൻ്റെ രക്ഷ എന്നത് മാറിയിട്ട് അസ്സലാം അള്ളാഹു എന്നതിനെ അവിടെ കരുതാം. എന്നിട്ട് അസ്സലാമു അലൈക്കും അള്ളാഹ് നിൻ്റെ മേലിലുണ്ട്, അള്ളാഹ് ഈസ് വാച്ചിങ് അള്ളാഹ് നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, നിൻ്റെ ബിദ്അത്തും നിൻ്റെ സമാന പ്രവർത്തനങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ നിരീക്ഷണത്തിലാണ് എന്ന ഒരു സൂചന അവനക്ക് കൊടുത്തുകൊണ്ട് അസ്സലാം എന്ന് കരുതാമെന്ന് അദ്കാറിൽ ഇമാം നവവി റഹിമഹുല്ല പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിങ്ങോട്ട് കൂട്ടി വായിക്കുകയാണെങ്കിൽ അങ്ങനെയും പറ്റും. നമ്മുടെ ചില ജീവിത സാഹചര്യങ്ങളിൽ കാഫിര്യങ്ങളോടൊക്കെ ഇടപഴകേണ്ട സാഹചര്യമാണ്. ഇപ്പോൾ നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളോ നമ്മളെ പഠിപ്പിച്ച ആളുകളോ നമ്മൾ പലയിടത്തും ചെല്ലുന്ന സമയത്തൊക്കെ ഒരു സൗഹൃദം ചില സമയത്ത് അവർ വെക്കുന്ന സമയത്ത് ഒരു മാനുഷികമായ സൗഹൃദം അവരോട് കാണിക്കേണ്ടി വരുന്ന വിഷയത്തെക്കുറിച്ചാണ് പറഞ്ഞത്. വമാ ഖബറ ബിഹി അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പറഞ്ഞു പഠിപ്പിച്ചു തന്ന സംഗതികൾ മിൻ അശറാത്തി സ്വാഅ ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങളാൽ അവിടുന്ന് പഠിപ്പിച്ചത്. ഐ അശറാത്തിനെ വിശദീകരിക്കുന്നു. ഐ അലാമത്തിഹ ഖിയാമത്തിൻ്റെ അലാമത്തുകൾ മിൻ ഖുറൂജി ദജ്ജാൽ പുറപ്പെടുക, വദാബത്തുൽ അർള് എന്ന ധാരാളം മൃഗങ്ങളുടെ രൂപങ്ങൾ ചേർന്ന ദാബത്തുൽ അർള് അത്, യജൂജ വമജൂജ നാശകാരികളായ വിനാശകാരികളായ യജൂജ് മജൂജ് എന്ന വിഭാഗം, വനുസൂൽ ഈസാ അലൈഹിസ്സലാമിന് സമാ ഈസാ നബി അലൈഹിസ്സലാം ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് ഭരണനിർവഹണത്തിന് വേണ്ടി ഇറങ്ങൽ, വതുലൂ ഇശംസി മിൻ മഗ്രിബിഹ അസ്തമിച്ച സൂര്യൻ പടിഞ്ഞാറ് നിന്ന് വീണ്ടും ഇങ്ങോട്ട് ഉദിച്ചു വരുന്നത്, തിരിച്ചങ്ങോട്ട് തന്നെ പോകും, പിറ്റേന്ന് സാധാരണ പോലെ കിഴക്കിൽ നിന്ന് വരും. അപ്പോൾ പോയ സൂര്യൻ തിരിച്ചിങ്ങോട്ട് ഉദിക്കുക, ഫഹ്വ ഹഖ്ഖുൻ ഇതെല്ലാം ഹക്കാണ്. അതല്ലാതെ
ഇവിടുന്ന് സൂര്യന് പിറ്റേന്ന് നേരം വെളുത്ത സമയത്ത് സൂര്യൻ എവിടെ നിന്ന് ഇങ്ങോട്ട് വരിക, പടിഞ്ഞാറ് നിന്ന് ഇങ്ങോട്ട് വരിക എന്നുള്ളതല്ല. അപ്പോൾ ഇത്ര നേരം സൂര്യൻ ഇപ്പോൾ എവിടെ പോയി നിന്നിരുന്നത്? അപ്പോൾ അന്ന് ഇരുട്ട് വേണ്ട നാളുകൾക്കൊക്കെ, പകൽ വേണ്ട നാളുകൾക്കൊക്കെ എവിടെയാണ്? അപ്പോൾ അത് പോയിട്ട് ഇങ്ങോട്ട് എന്ത് ചെയ്യാണ്, തിരിച്ച് വരികയാണ്. ഒരു 6:30-ക്ക് ഉദിച്ച അസ്തമിച്ച സൂര്യൻ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ മരുവിസ്കാരമൊക്കെ കണ്ട് തിരിച്ച് വരുമ്പോൾ ഇങ്ങോട്ട് വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇങ്ങോട്ട് തന്നെ തിരിച്ച് തന്നെ എന്ത് ചെയ്തിട്ടുണ്ടാവും, വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇരുട്ടായ നമുക്ക് വെളിച്ചം. അപ്പോൾ ഇങ്ങനെ ആളുകൾ പേടിയും ഭയവും ഒക്കെ ആയി തീർന്നു. ഖിയാമത്ത് നാൾ എന്നുള്ളൊരു സത്യം ഇവിടെ വരാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞു. ദോഷികളായ ആളുകളൊക്കെ എന്ത് ചെയ്യും, തൗബ ചെയ്യാനൊക്കെ വരും. അന്നാണ് തൗബയുടെ കവാടം അടഞ്ഞിട്ടുണ്ടാവുക. ഹബീബായ തങ്ങൾ പറഞ്ഞ് ഓരോരുത്തരുടെയും തൗബയ്ക്കുള്ള കവാടം അടയുന്നത് അവരുടെ ലാസ്റ്റ് ബ്രത്ത്സ്, അവരുടെ അന്ത്യശ്വാസം വലിക്കുന്ന സമയത്തും അതോടുകൂടെ അവർ ഇത് കാണുന്നത് വരെ, സൂര്യന് പടിഞ്ഞാറിൽ നിന്ന് ഉദിക്കുന്നത് വരെ, ഹത്ത തത്തുല ശംസ് മിൻ മഗ്രിബിഹ എന്ന ഹദീസിൽ പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ ഹക്കാണലി അന്നഹ ഉമൂറുൻ, ഇവകളൊക്കെ കാര്യങ്ങളാണ്, മുംകിനത്തുൻ പോസിബിളായ കാര്യങ്ങളാണ്. അഖ്ബർ ബിഹ അസ്വാദിഖായ നബിയാണ് പറഞ്ഞത്. ഖാല ഹുദൈഫത്ത് ബിൻ അസീദ് അൽ ഗിഫാരി റഹിമഹുല്ലാഹ് ഇത്വല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലൈന, ഞങ്ങളുടെ മേലൊരിക്കൽ നബി തങ്ങൾ പ്രത്യക്ഷപ്പെട്ടു വന്നു. വനഹ്നു നതദാക്കറു, ഞങ്ങൾ ഇങ്ങനെ പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഫഖാൽ മാ തദ്കുറൂൻ, നിങ്ങൾ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഖുൽന നദ്കുറു സാഅ, ഞങ്ങൾ ഖിയാമത്ത് നാളെ സംബന്ധിച്ച് പറയാണ് നബിയെ. ഖാല ഇന്നഹ ലൻ തഖൂമ, അത് ഖിയാമത്ത് നാൾ ഉണ്ടാവുകയില്ല. ഹത്താ തറൗ ഖബ്ലഹ 10 ആയാത്ത്, 10 ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾ കാണുന്നതിന് മുമ്പ്. 10 എന്ന് പറഞ്ഞാൽ അതിന് മഫ്ഹൂമില്ല. അപ്പോൾ 10 കാണുള്ളൂ എന്നില്ല, 10 എന്തായാലും കാണും, 10ൻ്റെ അപ്പുറമുള്ളതും ഉണ്ടാവാം. ഫദക്കറ ദജ്ജാല, ദജ്ജാലിനെ കുറിച്ച് പറഞ്ഞു. വദ്ദുഖാന, ഒരു പുക വരാനുണ്ട്. വദ്ദാബത്ത, ദാബത്തുൽ അർദിനെയും പറഞ്ഞു. വത്തുലുവ ശംസി മിൻ മഗ്രിബിഹിനെയും പറഞ്ഞു. വനുസൂല ഈസാ ബിൻ മറിയം വയജൂജ വമജൂജ വസലാസത ഖുസൂഫിൻ, 3 ഖസ്ഫുകൾ. ഖസ്ഫ് എന്ന് പറഞ്ഞാൽ ഭൂമി വിഴുങ്ങൽ. ഖസ്ഫിൻ ബിൽ മശ്രിഖി വ ഖസ്ഫിൻ ബിൽ മഗ്രിബി വ ഖസ്ഫിൻ മിൻ ജസീറത്തിൽ അറബ്. അപ്പോൾ ഭൂമി പിടിച്ച് വീഴുക എന്ന് പറഞ്ഞാൽ ഭൂകമ്പം ഉണ്ടായിട്ട് അതിൻ്റെ അടിയിലേക്ക് ആളുകൾ അങ്ങനെ പോകുന്നത്, അതൊക്കെ ഖസ്ഫിൽപ്പെട്ടതാണല്ലോ. വാഹുറു ദാലിക നാറുൻ, ഒരു തീയാണ് അതിൻ്റെ അവസാനത്തെ അടയാളമായിട്ട് പറഞ്ഞിട്ടുള്ളത്. തഖ്റുജു മിനൽ യമനി, യമനിൽ നിന്നത് പുറപ്പെടും. തത്റുദുന്നാസ ഇലാ മഹ്ശരിഹിം, എന്നിട്ട് ജനങ്ങളെ അവരുടെ മഹ്ശറിലേക്ക് കൊണ്ടുപോകും. ഇതിൽ പല സംഗതികളും സംഭവവികാസങ്ങളും അതിൻ്റെ മുന്നോടിയായിട്ടും അതിൻ്റെ തർത്തീബുകളും എല്ലാം ഉണ്ട്. ഇനി ആ വിഷയം പറയും. വൽ ഹദീസ് സിഹാഹു ഫി ഹാദിഹിൽ അശ്റാത്തി, ഈ വിഷയ സംബന്ധിയായിട്ട് നിഷേധ്യമായ സ്വഹീഹായ ഹദീസുകൾ കസീറത്തുൻ ജിദ്ദ, ധാരാളമുണ്ട്. വഖദ്റുവിയ ഹദീസുൻ, ഒരുപാട് ഹദീസുകളും ആസാറു, മഹാന്മാരിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുള്ള സംഭവങ്ങളും അവരുടെ വാക്കുകളും ഫി തഫാസ്വീലിഹ, അതിൻ്റെ തഫ്സീലുകൾ ഡീറ്റെയിൽഡായിട്ടും കൈഫിയാത്തിഹ, അതിൻ്റെ സ്പെസിഫിക്കേഷനുകൾ വെച്ചിട്ടും അതിൻ്റെ ഫീച്ചേഴ്സ് വെച്ചിട്ടൊക്കെ ഉണ്ട്. ഫൽതതുലുബ് മിൻ കുതുബി തഫ്സീർ, തഫ്സീറിൻ്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന് തേടിക്കൊള്ളട്ടെ. വസയ്യരി, ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്നും. വത്തവാരീഖി, മറ്റു ചരിത്ര ഗ്രന്ഥങ്ങൾ. സിയർ എന്ന് പറഞ്ഞാൽ ഓരോ മഹാന്മാരുടെ സീറ പറയുന്നതുണ്ടാകും, വ്യക്തികളെക്കുറിച്ച് പറയുന്നുണ്ടാകും. താരീഖ് എന്ന് പറഞ്ഞാൽ സംഭവ വികാസങ്ങളുടെ വിശകലനം പറയുന്ന ഗ്രന്ഥങ്ങൾ, അതിന്ന് പഠിക്കാം. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഹദീസുകളെ പറയുമ്പോൾ മിഷ്കാത്തിൽ വിഷയസംബന്ധിയായിട്ടുണ്ട്, മറ്റ് നമ്മുടെ എല്ലാ ഗ്രന്ഥങ്ങളിലും അതുമുണ്ട്. മിഷ്കാത്തിലൊക്കെ കുറച്ചും കൂടെ നമുക്കതിനെന്താക്കാൻ പറ്റും, കാണാൻ പറ്റും, വിഷയങ്ങളൊക്കെ പറയുന്നുണ്ട്. അടുത്ത ചർച്ച. വൽ മുജ്തഹിദു ഫിൽ അഖ്ലിയാത്തി വശർഇയാത്തി, അഖ്ലിയായ കാര്യങ്ങളിൽ ഇജ്തിഹാദ് ചെയ്യുന്ന ആളും വശർഇയാത്തി, ശർഇയായ കാര്യങ്ങൾ. ശർഇയായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അഖ്ല് കൊണ്ട് മാത്രം തനിക്കാതെ നഖ്ലും കൂടെ വേണ്ടി വരുന്ന, നസ്സും കൂടെ വേണ്ടി വരുന്ന വിഷയത്തെ ശർആയ വിഷയത്തിൽ ഇജ്തിഹാദ് ചെയ്യുന്ന ഒരാൾ. അൽ അസ്വലിയത്തി വൽ ഫർഇയത്തി, അസ്വലിയായ കാര്യങ്ങളുമുണ്ട്, ഫർഇയായ കാര്യങ്ങളുണ്ട്. അസ്വലിയായ കാര്യങ്ങളിൽ വിശ്വാസപരമായ അസ്വലിയായ കാര്യങ്ങളുണ്ട്, ഖബറിലത്തെ ശിക്ഷ പോലത്തെ. ഫിഖ്ഹിൻ്റെ അസ്വലിയായ കാര്യങ്ങളുണ്ട്,
ഒരു കാര്യം കൽപ്പിച്ചാൽ അത് അമ്രിനാണോ അമ്ര വുജൂബിൻക്കാണോ പോലത്തത്. പിന്നെ ഫറഇയായ കാര്യങ്ങളുണ്ട്, ഫിഖഹിൻ്റെ ഫറഇയായ കാര്യങ്ങളുണ്ട്. ചോര പുറപ്പെട്ടാൽ വുളൂ മുറിയോ, ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള അസ്വലിയും ഫറഇയും ഷറഇയുമായ അഖിലിയാത്തിലെ കാര്യങ്ങളൊക്കെ ഇജ്തിഹാദ് ചെയ്യുന്ന ആൾ ഖദ് യുഖ്തിഉ വഖദ് യുസീബു, ചിലപ്പോൾ അവനക്ക് പിഴക്കാം, ചിലപ്പോൾ അവനക്ക് ശരി വരാം. അതാണ് നമ്മുടെ അഖീദ. വദഹബ ബഅ്ദുൽ അശാഇറ അൽ മുഅ്തസില, ഈ ടീം എന്ത് പറഞ്ഞിട്ടുണ്ട്? ഇലാ അന്ന കുല്ല മുജ്തഹിദിൻ ഫിൽ മസാഇലി ശർഇയ്യ അൽ ഫർഇയ്യ, ഫർഇയ്യായ ശർഇയ്യായ മസ്അലകളിൽ മുജ്തഹിദുകൾ അല്ലത്തി ലാ ഖാത്വിഅ ഫിഹ, അതിലെന്തില്ല ഒരു ഖത്ഉആയിട്ട് ഖണ്ഡിതമായിട്ട് പറയാൻ പറ്റാത്ത ഇവരുടെ ഇജ്തിഹാദ് വെച്ചു തന്നെ നടത്തുന്ന ഇവകളിൽ ഇവർ മുസ്വീബുൻ, ഇവർ സ്വഭാവെത്തിച്ചവരാണ് എന്നെന്ത് ചെയ്തിട്ടുണ്ട് ചിലർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളത് അങ്ങനെയല്ല എന്നാളാണ് പറഞ്ഞത്. വഹാദിൽ ഇഖ്തിലാഫ് മബിനീൻ, അത് എടുക്കപ്പെടണം അൽ ഇഖ്തിലാഫിഹിം, ഓരോട് ഒരു ഇഖ്തിലാഫും കൂടെ ഉണ്ട്. ഈ ഇഖ്തിലാഫ് ഏത് ഇഖ്തിലാഫ് എന്ന് വന്നതാണ്? ഫി അന്ന ലില്ലാഹി തആല ഫി കുല്ലി ഹാദിസത്തിൻ ഹുക്മൻ മുഅയ്യന, അള്ളാഹുവിന് ഓരോ പുതിയ സംഭവ വികാസത്തിലും മുഅയ്യനായ ഒരു ഹുക്കുമുണ്ട്. അല്ല അമ ഹുക്മുഹു ഫിൽ മസാലി ഇജ്തിഹാദിയ, ഇജ്തിഹാദിയായ മസ്അലകളുടെ ഹുക്കുമുകൾ മാദ്ദ അലൈഹി റഅ്യുൽ മുജ്തഹിദി, മുജ്തഹിദിൻ്റെ റഅ്യ് കൊണ്ടെത്തിച്ച ആ ഇജ്തിഹാദായ വിഷയത്തിലാണ് അള്ളാഹ്ക്ക് ഹുക്കുമുള്ളത്. അപ്പോൾ അള്ളാഹു ആദ്യം കുറച്ച് വിഷയത്തിന് ഹുക്കും അവിടെ വെച്ചിട്ടുണ്ട്. അത് ഇന്നത് സുന്നത്താണ്, ചെയ്താൽ അതിന് കൂലി കിട്ടും, ഇന്നത് ചെയ്താൽ ആ ബാത്തിലാകുന്നു. അതല്ല ഇനി മുജ്തഹിദ് കൊണ്ടുപോയിട്ട് ആ ഹുക്കുമിനെ സ്ഥാപിച്ചതിന് ശേഷമാണോ അള്ളാഹു തആല അതിന് സുന്നത്തിൻ്റെ ഹുക്കുമും ഖറാഅത്തിൻ്റെ ഹുക്കുമും ഹറാമിൻ്റെ ഹുക്കുമൊക്കെ പറയുന്നത്? അങ്ങനെ ഒരു ചർച്ചയിൽ നിന്നാണ് അവരുടെ ഇഖ്തിലാഫ് കടന്നു വന്നത്. തഹ്ഖീഖു ഹാദൽ മക്കാം, ഈ മക്കാമിനെ നമുക്കൊന്ന് തെളിവ് സഹിതം സ്ഥിരപ്പെടുത്തി നോക്കാം. തഹ്ഖീഖ് എന്ന് പറഞ്ഞാൽ പറയുന്ന കാര്യത്തെ ദലീൽ കൊണ്ട് സ്ഥിരപ്പെടുത്തുക. ദലീൽ പറയുന്നുണ്ടോ നോക്കാം. എന്തായാലും തഹ്ഖീഖ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു ആധികാരികത. അന്നൽ മസ്അലത്തിൽ ജിത്തിഹാദിയ മസ്അലകൾ, ഇപ്പോൾ ജിത്തിഹാദ് മുഖേന ഒരു മുജ്തഹിദ് പറഞ്ഞ മസ്അലകൾ ഇമ്മ അല്ലാ യകൂന ലില്ലാഹി തആല ഫിയ ഹുക്മുൻ മുഅയ്യൻ, അല്ലാഹു തആല അതിൽ മുഅയ്യന ഹുക്ം വെച്ചിട്ടില്ല. ഖബല ജിത്തിഹാദിൽ മുജ്തഹിദിന് ജിത്തിഹാദിനും അല്ലാഹു തആല വെച്ചിട്ടില്ല. ഔ യക്കൂന, അല്ലെങ്കിൽ ഉണ്ടാകും മഹീനദീൻ ഇമ്മ അല്ലാ യക്കൂന മിനല്ലാഹി തആല അലൈഹി, അല്ലാഹു അതിന് എന്തെങ്കിലും ദലീൽ വെച്ചിട്ടില്ല. അവ യക്കൂന, അല്ലെങ്കിൽ ദലീലുണ്ടാകും. വദാലിക ദലീൽ ഉമ്മാ ഖത്ഇയ്യായ ദലീലാണ്, ഔ ലന്നിയായ ദലീലാണ്. ഫദഹബ ഇലാ കുല്ലി ഇഹ്തിമാലിൻ ജമാഅത്തുൻ, അപ്പോൾ അള്ളാഹു അതിന് ആദ്യം ഒന്നെങ്കിലും ഒരു ഹുക്കും വെച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ മുജ്തഹിദ് കണ്ടെത്തുന്ന ഹുക്കും തന്നെ, അല്ലെങ്കിൽ അള്ളാഹു ഹുക്കുമുണ്ടാകും, അതിൽ അള്ളാഹു തആല എന്ത് ചെയ്തിട്ടില്ല, ദലീൽ വെച്ചിട്ടില്ല. അപ്പോൾ എന്തെങ്കിൽ ആ ദലീൽ ആര് കണ്ടെത്തും? മുജ്തഹിദ് കണ്ടെത്തും. അപ്പോൾ അള്ളാഹു തആല വെച്ച ആ ഹുക്കുമിലേക്ക് മുജ്തഹിദിൻ്റെ ദലീൽ അവിടെ എത്തിയപ്പോൾ ആ ഹുക്കുമിന് അള്ളാഹു തആല കൊടുത്ത ഒരു വിധി ഉണ്ടാവും. വേണമെന്ന വിധിയാണോ വേണ്ട എന്നുള്ള വിധിയാണോ, അപ്പോൾ അത് ആരാണോ ഇത് ചെയ്യുന്നത് അതിലേക്കെത്തും. ഫദഹബ ഇലാ കുല്ലിൻ ഇഹ്തിമാലിൻ, എല്ലാ ഇഹ്തിമാലിലേക്കും എന്ത് ചെയ്തു, ഒരു ജമാഅത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു വിഭാഗം ആളുകൾ പോയിട്ടുണ്ട്. അപ്പം നമ്മൾ ചർച്ച വൽ മുഖ്താർ, അപ്പോൾ പല ആളുകളും പല അഭിപ്രായം പറഞ്ഞ സമയത്ത് അന്നൽ ഹുക്മ മുഅയ്യനുൻ, ഒരു ഹുക്മ മുഅയ്യനാണ്. വ അലൈഹി ദലീലു ദന്നിയായ ദലീലാണുള്ളത്, അല്ലാതെ എന്ത് ദലീലല്ല, ഖത്ഇയായ ഖണ്ഡിതമായ തെളിവല്ല, ധാരണക്കുള്ള തെളിവുകളാണ് അവിടെ ഉള്ളത്. ഇനി വജദഹുൽ മുജ്തഹിദ് അസ്വാബ, ആ ഖത്ഇയായ ദലീൽ ഒരു മുജ്തഹിദ് എത്തിച്ചു കഴിഞ്ഞാൽ അസ്വാബ, അവന് സ്വഭാവം എത്തിച്ചവനായി. വയും ഫഖദഹു, അല്ലാതെ അവനക്ക് മിസ്സായി കഴിഞ്ഞാൽ അഖ്തഹ, അവനക്ക് എന്ത് ചെയ്തു, പിഴവ് പറ്റി. അപ്പോൾ വൽ മുജ്തഹിദു ഗൈറു മുകല്ലഫിൻ ബിസ്വാബത്തിഹി, സ്വഹീഹിനെത്തിക്കണം, ഇസ്വാബത്തിന് സ്വഭാവെത്തിക്കണം എന്നൊരു മുജ്തഹിദിനോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. പിന്നെ അദ്ദേഹത്തോട് എന്താ കൽപ്പിക്കപ്പെട്ടത്? ഇജ്തിഹാദ് നടത്താനാണ് കൽപ്പിക്കപ്പെട്ടത്. ലിഗുമൂലിഹി വ ഖഫാഇഹി, അത് ആണ്ടുപൂണ്ടു പോയതും അവ്യക്തവുമായതുകൊണ്ട് സ്വഭാവെത്തിക്കുക എന്നുള്ളത് ഒരാളെ കൽപ്പിക്കാൻ പറയാൻ പറ്റുമോ? ഒരാളെ കൊണ്ട് എന്തല്ല മുംകിനായതല്ല, സ്വഭാവെത്തിക്കാൻ ഒരാളെ കൊണ്ട് എന്താവില്ല ഇജ്തിഹാദിൻ്റെ വിഷയത്തിൽ കഴിയില്ല. പിന്നെ അയാൾക്ക് എന്തേ കഴിയുള്ളൂ, ഇജ്തിഹാദ് ചെയ്യാൻ പറ്റും, ആ ലന്നിയായ ദലീലിലേക്ക് അയാളെ എത്താൻ പറ്റും. അങ്ങനെ അള്ളാഹു തആല വെച്ച ഹുക്കുമിലേക്ക് അയാളെ കൊണ്ട് എന്താക്കാൻ പറ്റും, സഞ്ചരിക്കാൻ പറ്റും. വലിദാലിക കാനൽ മുഖ്തിഉ മഅ്ദൂറ, അതുകൊണ്ട് പിഴച്ചവൻ ഉദുറുള്ളവനാണ്. ബൽ എന്നല്ല, മഅ്ജൂറുമാണ്, മുഖ്തിഉമാണ്. ഒന്നുകൂടി ഇങ്ങനെ പറയുകയാണെങ്കിൽ മഅ്ജൂറുമാണ്, അവനക്ക് എന്ത് കിട്ടും, കൂലി നൽകപ്പെടും. കാരണം ഇജ്തിഹാദ് ചെയ്തു എന്നതിൻ്റെ കൂലി കിട്ടും. അപ്പം പിന്നെ ഇജ്തിഹാദ് ശരിയായി കഴിഞ്ഞാൽ സ്വഭാവെത്തിച്ച കൂലിയും കിട്ടും.
ഇജ്തിഹാദ് ചെയ്തിട്ട് സ്വവാബ് എത്തിക്കാത്തവനക്കോ സ്വവാബ് എത്തിക്കാൻ പറ്റാത്തത് അവൻ്റെ തക്ലീഫിൽപ്പെട്ടതല്ലാത്തത് കൊണ്ട് അവനക്ക് എന്തുമില്ല, കുറ്റവും ഇല്ല. ഇജ്തിഹാദ് ചെയ്തതിൻ്റെ കൂലി അവനക്ക് കിട്ടുകയും അവർക്ക് അദ്ദേഹത്തിന് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഫലാ ഖിലാഫ അലാ ഹാദൽ മദ്ഹബ്, ഈ ഒരു അഭിപ്രായ പ്രകാരം ഫി അന്നൽ മുഖ്തി ലൈസ ബിആസിം, മുഖ്തി ആസിമല്ല എന്ന വിഷയത്തിൽ ഖിലാഫില്ല. വ ഇന്നമൽ ഖിലാഫു ഫി അന്നഹു മുഖ്തിയുൻ ഇബ്തിദാഅ വൻതിഹാ, തുടക്കത്തിലും വൻതിഹാൻ അന്ത്യത്തിലും ഓന് മുഖ്തിയാണോ എന്ന വിഷയത്തിൽ. ഐ ബിന്നളിരി ഇല ദലീലിലേക്കും വൽ ഹുക്മി ജമീഅൻ, രണ്ടിലേക്കും നോക്കിയിട്ട് മുഖ്തിയാണോ എന്ന വിഷയത്തിലാണ്. وإليه ذهب بعض المشايخ رحمهم الله وهو مختار شيخ أبي منصور رحمه الله. أو انتهاء فقط അല്ല, മൂപ്പര് തുടക്കത്തിൽ മൂപ്പർക്ക് പിഴവൊന്നുമില്ല, ഇന്തിഹായിലാണ്, ദലീലിലേക്ക് എത്തിയപ്പോഴാണ് മൂപ്പർക്ക് എന്ത് ചെയ്ത് പിഴവ് പറ്റിയത്. ഐ ബിന്നളീർ അൽ ഹുക്കുമിലേക്ക് നോക്കുമ്പോൾ എന്താണ് മൂപ്പർക്ക് പിഴവ് പറ്റി. ദലീൽ മൂപ്പർക്ക് എത്തി, പക്ഷെ ആ ദലീലെത്തിയെന്നുള്ളത് കൊണ്ടും എന്തായിക്കോളെന്നുണ്ടാവില്ല, സ്വഭാവത്തിക്കോളെന്നുണ്ടാവില്ല, അങ്ങനെയും ഉണ്ടാവില്ലല്ലോ, അങ്ങനെയും സംഭവിക്കാമല്ലോ. ദലീൽ കിട്ടി, ഞാൻ ദലീൽ എന്താവണം, ദലീൽ വെച്ചിട്ട് സ്വവാബിലേക്ക് എത്താലും അവിടെ എന്താണ്, അതും ടാസ്ക്കാണ്. ആ ടാസ്ക് ഒരു പക്ഷേ എന്തായേക്കാം, പിഴവ് പറ്റിയേക്കാം. ഐസൊഖ്ത ഫിഹി വൈന സ്വാബ ഫി ദലീൽ സ്വഭാബ് എത്തിച്ചു, പിന്നെ ഹുക്കുമിൽ പിഴച്ചു. ഹൈസു അക്കാമു അലാ വജിഹി മുസ്തജമി അലി ഷറാത്തി വർക്കാനി, എങ്ങനെ മുപ്പര് റുക്കുനുകളൊക്കെ പാലിച്ച് ഷർത്തുകളൊക്കെ സമ്മേളിപ്പിച്ചിട്ട് അതിൻ്റെ കൃത്യതയിൽ മൂപ്പര് എന്ത് ചെയ്തു, ആ ദലീലിനെ വെക്കേണ്ടിടത്ത് കൃത്യമായി വെച്ചു. എന്നാൽ ഫാത്ത ബിമാ കുല്ലിഫ ബിമിനൽ ഇഖ്തിബാർ, പിന്നെ അദ്ദേഹത്തിനോട് കൽപ്പിക്കപ്പെട്ട എല്ലാ പരിഗണനകളും എല്ലാ പ്രോസസ്സുകളും അദ്ദേഹം ചെയ്തു. അപ്പോൾ പിന്നെ മൂപ്പരുത്തും തെറ്റില്ല. വലൈസ അലൈഹി ഫിൽ ഇജ്തിഹാദിയത്തി ഇഖാമത്തുൽ ഹുജ്ജത്തി അൽ ഖത്വഇയ്യ അല്ലത്തി മദ്ലൂലുഹ ഹഖ്ഖുൻ അൽ ബത്ത. അപ്പോൾ വലൈസാലെ അവൻ്റെ മേൽ നിർബന്ധമൊന്നുമല്ല, ഫിൽ ഇജ്തിഹാദിയാത്തി ഇജ്തിഹാദിയ വിഷയങ്ങളിൽ ഇഖാമത്തുൽ ഹുജ്ജത്തി തെളിവിനെ വെക്കൽ, നിലനിർത്തൽ, അൽ ഖത്വഇയ്യ തെളിവ് വെക്കൽ, അല്ലത്തി മദ്ലൂലുഹ ഹഖ്ഖുൻ, അതിൻ്റെ മദ്ലൂലു ഹക്കാണ്, അൽ ബത്ത ഉറപ്പായിട്ടും മദ്ലൂല് ഹക്കായ ആ ഖത്വഇയ്യായ ഇജ്തിഹാദ് ഹുജ്ജത്തിനെ വെക്കൽ അവൻ്റെ മേലെ എന്തല്ല, നിർബന്ധമല്ല. അപ്പോൾ എനിക്ക് ദലീൽ കിട്ടി, അത് ഹക്കിൻ്റെ മേലെ അറിയിക്കുന്ന അതേ ദലീൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഇജ്തിഹാദ് നടത്തേണ്ടത് എന്നൊന്നും അദ്ദേഹത്തിൻ്റെ മേലിൽ എന്തില്ല, നിർബന്ധമായ സംഗതിയല്ല. ദലീലു അലാ അന്നൽ മുജ്തഹിദ ഖദ് യുഖ്തിഉ വനഹ്വുഹു അൽ അവ്വലു ഖൗലുഹു തആല ഫഫഹംനാഹാ സുലൈമാൻ നബിക്ക് നാം തഫ്ഹീം കൊടുത്തുകൊണ്ടിരുന്നു. വല്ലമീറു ലിൽ ഹുക്കൂമത്തി വൽ ഫുത്തിയ, ഫഹംനാഹ എന്നുള്ളത്. അപ്പോൾ ഹുക്കൂമത്ത് പിന്നെ ഗവൺമെൻറ് എന്നുള്ളൊരു അർത്ഥം ഹുക്കൂമത്തിന് വെക്കുമെങ്കിലും അതിൻ്റെ വിധികർത്താക്കളും വൽ ഫുത്തിയ ഫത്തുവകളിലേക്കാണ് ലമീർ മടങ്ങുന്നത്. അപ്പോൾ വലൗകാന കുല്ലുമിനിൽ ജിത്തിഹാദൈനി സ്വഭാബൻ, രണ്ട് ജിത്തിഹാദും സ്വഭാബാണെങ്കിൽ ലമാഖാനൽ തഖ്സീസി സുലൈമാൻ അലി ഇസ്ലാം ബിദിക്കിരി ജിഹാ, പിന്നെ സുലൈമാൻ നബിക്ക് അവിടെ ദിക്ർ കൊണ്ട് തഖ്സീസ് നടത്തിന് എന്തുണ്ടാവില്ല, പിന്നെ ഇതുണ്ടാവില്ല. അപ്പോൾ സുലൈമാൻ നബിക്ക് അല്ലാഹു തആല തഫ്ഹീം നൽകി എന്നുള്ളതാണ്. ലിഅന്ന കുല്ല മിൻഹുമാ ഖദ് അസ്വാബൽ ഹുക്മൈനൈദിൻ വഫഹിമഹു, അപ്പോൾ ഓരോരുത്തർക്കും ആ സമയത്ത് എന്തുണ്ട്, ഹുക്കുമിനെ മനസ്സിലാക്കിയിട്ട് ഫഹമുണ്ട്. അപ്പോൾ ഫഹമിന് അല്ലാഹു തആല ആർക്ക് കൊടുത്തു, സുലൈമാൻ നബിക്ക് അല്ലാഹു തആല എന്ത് കൊടുത്തു, തഫ്ഹീം കൊടുത്തു. അപ്പോൾ ചില ആളുകൾക്ക് തഫ്ഹീം ഇത് അല്ലാഹു തആല എന്ത് ചെയ്തില്ല, കൊടുത്തില്ല. അപ്പോൾ അല്ലാഹു തആല കൊടുക്കുന്നതും കൊടുക്കാതിരിക്കുന്നതും അള്ളാഹുവിൽ ബന്ധപ്പെട്ട സംഗതിയാണ് എന്നാണ് അവിടെ വിശദീകരിച്ചത്. അസാനി വിഷയത്തിൽ രണ്ടാമത്തേത് അൽ ഹദീസു വൽ ആസാറു ദാലത്തു അലാ തർദീദിൽ ഇജ്തിഹാദി മിന സ്വവാബി വൽ ഖത്തഉ നിന്നും സ്വവാബിൽ നിന്നും ഇജ്തിഹാദിന് അങ്ങോട്ടും ഇങ്ങോട്ടും തർദീദ് നടത്തുന്നതിലുള്ള ദലീലുകളായ ആസാറുകളും അഹാദീസുകളും ബിഹൈസു സൂറത്ത് മുതവാത്തിറത്തുൽ മാന, അതിൻ്റെ മാന തവാത്തുറായി വന്ന ഒരു സാധനം സ്വഹീഹിൻ്റെ അതേ സ്ഥാനത്തുമാണ്, അനിഷേധ്യമാണ്, അതിന് ഉൾക്കൊള്ളേണ്ടതുമാണ്. ഖാല അലൈഹി സ്വലാത്തു വസ്സലാം ഇൻ അസ്ബത ഫലക അശ്റു ഹസനാത്ത്, നീ സ്വഭാബ് എത്തിച്ചാൽ മോനെ നിനക്ക് 10 ഗുണങ്ങളുണ്ട്. വൈൻ അഖ്തഅത ഫലക ഹസന, നിനക്ക് പിഴവ് വന്നാൽ നിനക്ക് ഒരു പ്രതിഫലമാണുള്ളത്, നീ ഇജ്തിഹാദ് നടത്തി എന്നുള്ള പ്രതിഫലമാണുള്ളത്. അപ്പോൾ സ്വഭാബ് എത്തിക്കുക എന്നുള്ളത് അത് ടാസ്ക്കാണ്, അത് അള്ളാഹു അതിലേക്ക് നൽകണം. ഈ ഇജ്തിഹാദ് ചെയ്യുക എന്നുള്ളത് മനുഷ്യൻ്റെ കസ്ബാണ്. അപ്പോൾ അതിനോന് ഒരുങ്ങുന്ന സമയത്ത്
അള്ളാഹുവിൻ്റെയും അതിന് പ്രതിഫലം നൽകും. അപ്പോൾ മനുഷ്യ കഴിവിൽപ്പെട്ടതാണ് അതിനെ കണ്ടെത്തുക എന്നുള്ളത്. പിന്നെ ഓരോരുത്തരിലേക്ക് ചേർന്നിട്ടാണ് ഓരോന്നെത്തുക. അതൊക്കെ നമ്മുടെ ഇസ്ലാമിൻ്റെ അടിസ്ഥാന കാര്യങ്ങളായ സംഗതികളാണല്ലോ, മദ്ഹബുകളുടെ വിഭിന്നമായ സംഗതികളൊക്കെ. അഫി ഹദീസിൻ ആഖറ ജഅല മുസ്വീബി ആജിറൈനി വലിൽ മുഖ്തി അജറു വാഹിദ്. വേറെ സ്ഥലത്ത് ഉണ്ട്. അത് ഞാൻ എൻ്റെ വിശദീകരണങ്ങൾക്ക് 2 കൂലി എന്നൽക്കാണ് പോയിട്ടുള്ളത്. ഈ ഹദീസ് അശ്റു ഹസനാത്തായിട്ട് വന്നതാണ്.